ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കാമെന്ന സന്ദേശം സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിൽ 8 നടത്തിയ ബോധവൽക്കരണ നാടകം താനാളൂർ ടൗണിൽ സമാപിച്ചു. താനാളൂർ ടൗണിൽ വെച്ച് സുരക്ഷിത പ്രസവം ബോധവൽക്കരണ നാടക സംഘത്തിന് സ്വീകരണം നൽകി. സ്വീകരണ ഉദ്ഘാടനം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ മത, സാമുദായിക, രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ രീതിയോടും ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളോടും അത് ആ നേട്ടങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നേതൃത്വമാണ് അന്ന് അവിടുത്തെ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, നിരാശാജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആരോഗ്യരംഗത്ത് ഈ മേഖലയിൽ താനാളൂർ പഞ്ചായത്തിന് നേരിടാനുള്ളത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളും എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്നത് താനാളൂർ ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മുറിച്ചു കടക്കുക, ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശാസ്ത്രത്തിന് കൂടെ നിൽക്കുന്നവരാണ് എന്ന കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്, നമ്മൾ ബോധ്യപ്പെട്ടതാണ്. അതിനനുസരിച്ച് ശാസ്ത്രം പറയുന്ന രീതിയിൽ തന്നെ പെരുമാറാൻ നമ്മളെല്ലാവരും പഠിച്ചതാണ്. അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് നമ്മുടെ ചില സഹോദരങ്ങളെങ്കിലും ഈ ശാസ്ത്രത്തിനെ നിരാകരിക്കുന്ന, പ്രസവം ഒരു പ്രകൃതിയാൽ ഉള്ള പ്രക്രിയയാണ് എന്നും അത് സാധാരണ മറ്റ് മൃഗങ്ങളെ പോലെ, ജന്തുമൃഗാദികളെ പോലെ തന്നെ മനുഷ്യനും മറ്റൊരു സൗകര്യവും സഹായവും ഇല്ലാതെ സുരക്ഷിതമായി പ്രസവിക്കാൻ കഴിയും എന്നുമുള്ള തെറ്റിദ്ധാരണ നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാസ്ത്രീയ അറിവിലൂടെ മാത്രമേ അഭിലഷണീയ ആരോഗ്യ പെരുമാറ്റം വളർത്താൻ കഴിയൂ എന്നും കുഞ്ഞോമർ ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നും അവർ പറഞ്ഞു. ആശുപത്രിയിലുള്ള പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളും നാടകാവിഷ്കാരത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും താനാളൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി നടത്തിയ പരിപാടിയിൽ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി അധ്യക്ഷനായിരുന്നു. പൊതുജന കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ സമൂഹത്തിന്റെ ഉണർവും ഇടപെടലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നാടകാവിഷ്കാരം നടത്തുന്നത്. 2 ദിവസമായി താനാളൂർ പഞ്ചായത്ത് ഏരിയയിൽ 8 ഇടങ്ങളിലായിട്ടാണ് ഈ നാടകം അരങ്ങേറുന്നത്. അതിന്റെ 8ാമത്തെ സമാപന അരങ്ങേറ്റമാണ് ഈ താനാളൂർ ടൗണിൽ വെച്ച് നടക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പൂർണ്ണ പിന്തുണയാണ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയുടെ നേതൃത്വത്തിൽ മൊത്തം ജനപ്രതിനിധികൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അവരുടെ ഒപ്പം നിൽക്കുന്ന, കൂടെ ഒപ്പം നിൽക്കുന്ന സമൂഹ നേതൃത്വവുമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ കാര്യത്തിൽ നമ്മളുടെ ശ്രദ്ധയും അതേപോലെ തന്നെ ഇടപെടലിലൂടെയും സീറോ ഹോം ഡെലിവറി, വീടുകളിൽ കേന്ദ്രീകരിച്ചുള്ള പ്രസവം ഇല്ലാതെ ആശുപത്രികളിൽ ശാസ്ത്രീയമായിട്ട്, അതും സർക്കാർ നല്ല സൗകര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പെടുത്തിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മാതൃമരണവും ശിശുമരണവും നവജാത ശിശുമരണവും ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PM ഫസൽ ക്ലാസ് എടുത്തു. ജില്ലയിലുടനീളം 24ഓളം കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ ക്യാമ്പയിനുമായിട്ട്, ഈ തെരുവ് നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരാഴ്ച നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഈ നാടകം നടത്തുകയാണ്. ജില്ലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പുവരുത്തുക, സുരക്ഷിതമായ പ്രസവം എന്നുള്ളൊരു ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ
മറ്റെല്ലാ ആരോഗ്യ സൂചികകളെയും പോലെ തന്നെ നമുക്ക് ഈ വിഷയത്തിലും ജില്ലയ്ക്ക് അതുപോലെ തന്നെ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ സീറോ ഹോം ഡെലിവറി എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അബ്ദുൽ നാസർ, ആരോഗ്യ പ്രവർത്തകനായ എ ബെഞ്ചമിൻ, വിവേകാനന്ദ്, സി ഷാനിബ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പിന്നീട് ചേങ്ങന്നൂർ സെന്റ് വാസിലെ സനീഷും സംഘവും അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. അയ്യോ, ഒരു നറുക്കിന് ചേർക്കാൻ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. വിളിച്ചായിരുന്നു നിങ്ങള്, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ പോയി കിടക്കായിരുന്നു. ഇങ്ങക്ക് ഇങ്ങനെ റോഡിന്റെ തെക്ക് വടക്ക് നടന്നാ മതിയല്ലോ. ഇങ്ങക്ക് അറിഞ്ഞൂടെ ഞാൻ 3 മാസം ഗർഭിണിയാന്ന്. അതിനെന്താന്നോ, പണ്ടത്തെ പോലെ തൊഴിലുറപ്പിനൊന്നും പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് റെസ്റ്റ് വേണം. പാടത്തെ പറ്റിയുടെ നിങ്ങളെന്തോ തവളയാണ്. എന്റെ നിങ്ങളുമ്മ പാടത്ത് പറ്റുമെന്ന് പറഞ്ഞ് പണ്ട് അങ്ങനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ പാടത്തും പറമ്പത്തും ഒന്നും പ്രസവിക്കാൻ പറ്റൂല. അതിനാ സർക്കാർ ആശുപത്രി പണിഞ്ഞിട്ടേക്കുന്നേ. അല്ല മെമ്പറേ, ഇലക്ഷൻ ഇങ്ങനെ എത്താറായില്ലേ? നിങ്ങളെ ഈ വഴിക്ക് കണ്ടോണ്ട് ചോദിച്ചാ. വോട്ടിന്റെ അന്ന് കണ്ടതാണ്. ഇനിയിപ്പോ അടുത്ത വോട്ടിന് മെമ്പർ എത്തിക്കുന്നത്. എന്റെ നിങ്ങൾക്ക് ഈ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയാണോ? ഞാൻ നാട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. കുഞ്ഞിന് പഠനമുറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതാക്കല്ല, ബുക്കുള്ള പഠനമുറി റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എനിക്കൊരു കല്ലിടലുണ്ടായിരുന്നു. കഞ്ഞി കല്ലിട്ട കാര്യമല്ല പറയുന്നത്. എനിക്കിന്നൊരു അംഗൻവാടിയുടെ തറക്കല്ലീടിയിലുണ്ടായിരുന്നു. ഇപ്പൊ എത്ര കല്ലിട്ട്? ഞാനിപ്പോ ഒരു 150 കല്ലോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ കളിയാക്കണ്ട. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അതെന്താണ്? ഇതേ പാത്തുമ്പയ്ക്ക് കൊടുക്കാൻ വന്നതാ. ഇത് നമ്മളെ വീതിയിൽ നിൽക്കുമ്പോ മെമ്പർ വന്നിരിക്കുന്നു പ്രേമലോകമായിട്ട് ചെയ്യണോ? നിങ്ങളായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിക്കുള്ള നിങ്ങൾ ഇനി എന്തോ ചെയ്യാനാ? എന്റെ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. നിങ്ങളൊന്നും ചെയ്യണ്ട, നേരെ ആശുപത്രിയിലോട്ടൊക്കെ ചെന്നാൽ മതി. സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശുക്കൾക്കുള്ള പ്രത്യേക സമഗ്ര ചികിത്സാ പദ്ധതികളുണ്ട്. അറിയോ? മൊത്തത്തിലുള്ള ചികിത്സക്കാണ് നമ്മൾ ഈ സമഗ്ര ചികിത്സ എന്ന് പറയുന്നത്. പറഞ്ഞു തരാം. അതിനെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെന്തെങ്കിലും ജന്മനാ വൈകല്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തി, സ്കാനിങ്ങിലൂടെ കണ്ടെത്തി അതിന് പ്രത്യേക ട്രീറ്റ്മെന്റ് നൽകും. അതിന്റെ മരുന്നുകൾ നടന്നു പോകുന്നു. മനസ്സിലായോ? രണ്ടാമത്തത്, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഹൃദ്രോഗബാധ അത് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി അതിന് ചികിത്സ നൽകുന്നു. ഇതൊക്കെ ഈ മെമ്പർ വന്നില്ലാതെ എനിക്ക് ആര് പറഞ്ഞു? ഇനിയുണ്ടെന്ന് പറയാൻ കുഞ്ഞിന്റെ കേൾവി ശക്തി, കാഴ്ച ശക്തി ഇതൊക്കെ 24 മുതൽ 48 മണിക്കൂറിൽ പരിശോധന ചികിത്സ അറിയോ? അപ്പൊ ഇത്രയും ചികിത്സകളൊക്കെ ആശുപത്രിയിലുണ്ടോ? മെറ്റാബോളിക് കേട്ടിട്ടുണ്ടോ? അറിയില്ല. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ജനിതകപരമായോ ഹോർമോൺ സംബന്ധമായോ ഉണ്ടാകുന്ന അപാകതകൾ കണ്ടെത്തുന്ന പരിശോധനയാണ് ഈ മെറ്റാബോളിക് പരിശോധന. മനസ്സിലായോ? അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ആശുപത്രി ചെയ്തു തരുമ്പോൾ പിന്നെ എന്തോ ഉദ്ദേശിച്ച് വീട്ടിൽ പ്രസവിക്കണം പ്രസവിക്കുന്നതിന് വല്ല ഇടങ്ങേറും ഉണ്ടോ? ഇടങ്ങേറേ ഉള്ളല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പാത്തുമ്മയ്ക്ക് കൊണ്ട് കൃത്യമായ ഗർഭപരിചരണം നടത്താൻ സാധിക്കുന്നുണ്ടോ? അതാ പറയുന്നത്, നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് കൃത്യമായി ചെയ്തു പോകാൻ പറ്റില്ല. അതിനാണ് ആശുപത്രി പോകണമെന്ന് പറയുന്നത്. അത് മാത്രമല്ല,
പ്രസവം തമ്മിൽ പറഞ്ഞ വളരെ സങ്കീർണതകൾ പിടിച്ച നിമിഷങ്ങളാണ്. പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതൊന്നും വീട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയില്ല. അതിനാണ് ആശുപത്രി ഇപ്പോൾ പറയുന്നത്. അമിതമായ രക്തസ്രാവം, രക്തധർമ്മം കൊണ്ട് നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ കേസുകളുണ്ട്, അമ്മ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇപ്പോഴും ഈ വീട്ടിൽ പ്രസവം നമ്മുടെ ഭാഗത്തും ഇനി ആശുപത്രി പ്രസവിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാത്തുമ്മയ്ക്ക് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഇക്കായ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇക്ക എന്ത് ചെയ്യണം? ഇത് ഇക്കയുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ചെന്ന് പറയണം. നമ്മൾ ഇപ്പൊ തന്നെ പറയുവാ. നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങി. ഓക്കെ പാത്തുമ്മോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾ പറഞ്ഞൊക്കെ അപ്പൊ നേരെ ആശുപത്രി പോകുന്ന സമയത്ത് മറ്റു കൂട്ടുകാരോടും നാട്ടുകാരും വീട്ടുകാരോടും ഒക്കെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയണം. പിന്നെ ഞാൻ ഇതൊക്കെ പറയല്ലോ. പാത്തുമ്മ ഇക്കായും പറയും. നിങ്ങൾ പറയുവോ? പറയണം. നമ്മൾ അങ്ങനെ ഓരോരുത്തരും പറയണം. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനനം സുരക്ഷിത കരങ്ങളിലായിരിക്കണം. അതിന് വീട്ടിൽ പ്രസവം പാടില്ല, ആശുപത്രിയിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങുകയും പറയുകയും തുടങ്ങിയാൽ വരും കാലത്ത് ഒരാരോഗ്യമുള്ള പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതിന് നമുക്കൊന്നിച്ചൊന്നായി പടയിൽ ചേരാം. ന്യൂസ് ഡെസ്ക് 20 TV.